തെറ്റ് ചെയ്തവരോട് സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും വന്നു. സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയുണ്ടാകും. സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ RSS ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് മുഹമ്മദ് റിയാസ്. എന്നാൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ത് എന്ന ചോദ്യത്തോട് മന്ത്രിക്ക് പ്രതികരണമില്ല. തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കുത്തുണ്ടെങ്കിൽ, ആ പുഴുക്കുത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല, ആ പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് LDF സർക്കാർ ശ്രമിക്കുക. ആ ശ്രമം തുടരും. ഏതൊരു പൗരൻ്റെ ഭാഗത്തു നിന്നും, ഏതൊരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്ന നിലപാടുകൾ വരികയാണെങ്കിൽ അതിനോട് നിഷേധാത്മക സമീപനമല്ല ഗവൺമെൻറ് സ്വീകരിക്കുക. അത് പരിശോധിക്കും. മുഖം നോക്കാതെ അത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കും. അതിനിപ്പോൾ അന്വേഷണം പൊതുവെ നടക്കുന്നുണ്ട്. ആ അന്വേഷണവും അതിൻ്റെ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ പോലീസിങ്ങിൻ്റെ മികവ് കൂടി പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഒരു BJP താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് വന്നപ്പോഴും അവിടെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞത്, കോൺഗ്രസ്സാണ് വോട്ട് മറിച്ചത്, കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നത്. അത് ആ പാർട്ടി അതിൻ്റെ ഭാഗമായി അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാത്ത പ്രശ്നത്തിൻ്റെ പിന്നിൽ എന്തെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ പാർട്ടിയെ നയിക്കുന്നവർ പോലും ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യം പറയുന്നവരാണ് എന്നുള്ളതാണ് പ്രശ്നം.